സൽമാനകയ്ക്ക് ബംഗ്ലാദേശ് ടീമിനെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ടൂർ ഓഫ് ബംഗ്ലാദേശ് വളരെ നാടകീയത നിറഞ്ഞൊരു മത്സരമായിരുന്നു ഇന്നലത്തേത്. സെക്കൻഡ് ODI എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ബംഗ്ലാദേശിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത ചേട്ടന്മാരുടെ ടീമായിരുന്നല്ലോ പാകിസ്ഥാൻ. അപ്പോൾ പണി കൊടുക്കുമ്പോൾ ബംഗ്ലാദേശ് ചേട്ടന്മാർക്ക് തന്നെയാണല്ലോ ആദ്യം കൊടുക്കണ്ടേ. അതായത് സൽമാൻ അഗയുടെ നാടകീയത നിറഞ്ഞ റൺഔട്ട്, കാലിൽ കൊണ്ട ബോൾ എടുത്തിട്ട് ബൗളറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൽമാൻ അഗ കുനിഞ്ഞത്. പക്ഷേ കൈ കിട്ടിയ ബൗളർ വിക്കറ്റിൽ അടിച്ച് സൽമാൻ അഗയോട് കയറി പോകാൻ പറഞ്ഞു, ദയദാക്ഷിണ്യമില്ലാതെ. അത് മാത്രമോ, തേർഡ് അമ്പയർ ഔട്ട് കൺഫേം ആയ ശേഷം ഗ്ലൗസ് വലിച്ചെറിഞ്ഞ സൽമാൻ അഗയ്ക്ക് ICCയുടെ കോഡ് ഓഫ് കണ്ടക്ട് ബ്രീച്ച് ചെയ്തതിന് ഒരു ഡീമെറിറ്റ് പോയിന്റും കിട്ടി. സബാഷ്. എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാൻ്റെ ഒരു കംബാക്ക് മാച്ചായിരുന്നു യെസ്റ്റർഡേ. നമ്മൾ കണ്ടു ഈ സീരീസിലെ ഫസ്റ്റ് മാച്ച് വളരെ ദയനീയമായിട്ടാണ് പാകിസ്ഥാൻ തോറ്റത്. പക്ഷേ ഇന്നലെ അതിശക്തമായി തിരിച്ചു വന്നു. 128 റൺസിൻ്റെ ഉജ്ജ്വല വിജയം. നാളെയാണ് ഫൈനൽ മാച്ച്. ആര് ജയിക്കുമെന്ന് നമുക്ക് ഉറ്റുനോക്കാം. ക്രിക്കറ്റുകൾ അവസാനിച്ചിട്ടില്ല. സെമിയിൽ തോറ്റ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. സൗത്ത് ആഫ്രിക്ക ടൂർ ഓഫ് ന്യൂസിലാൻഡ് നാളെ ആരംഭിക്കുകയാണ്. അതായത് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുകയാണ്. അതും എക്സൈറ്റഡ് ആണ്. അവരെങ്ങനെ അവരുടെ സെമി കണക്കുകൾ വീട്ടുമെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് T20 മാച്ചാണ്. പാവല്ലേ സൽമാൻ അഗ.